ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് Q&A ആണ്. അതായത് ട്യൂസ്ഡേയിൽ നമ്മൾ നോർമലി കമന്റ് ബോക്സിലും DMസിലും ഒക്കെ വരുന്ന ഡൗട്ട്സ് എടുത്തിട്ടാണ് Q&A സെക്ഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ബെൻസോൾ പെറോക്സൈഡ് എന്താണ്, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എത്ര ടൈം പെർസെന്റേജ് വരെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. എന്താണ് ബെൻസോൾ പെറോക്സൈഡ് എന്ന് ചോദിച്ചാൽ, ബെൻസോൾ പെറോക്സൈഡ് ഒരു ആന്റിസെപ്റ്റിക് ക്രീമാണ് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഏജന്റ് ആണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനും പറ്റുന്ന ഒരു ഏജന്റിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസിലുള്ള പ്രത്യേകിച്ചും ആക്നെ, പിമ്പിൾസിനെ കൊല്ലാനായിട്ട്, പിമ്പിൾസിലുള്ള ബാക്ടീരിയാസിനെ കൊല്ലാനായിട്ട് നോർമലി നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 2.5% മുതൽ 10% വരെ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാമെങ്കിലും നമ്മൾ 2.5 to 5% വരെയാണ് എന്തായാലും വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് ജനറലി പറയാറുള്ളത്. 10 വരെ യൂസ് ചെയ്യാമെങ്കിലും ഒരു 5 ഒക്കെ വരെ നമ്മൾ യൂസ് ചെയ്താൽ മതി വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. പക്ഷെ നിങ്ങൾ ടീനേജേഴ്സ് ആണ്, നിങ്ങളുടെ മുഖത്ത് മോക്കുരു ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ പോയി കണ്ടിട്ട് വേണം ബെൻസോൾ പെറോക്സൈഡ് വാങ്ങിക്കാൻ. അതിന് 2 റീസൺ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ബാക്ടീരിയ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്താൽ മരിക്കാൻ പോകുന്നില്ല, ചെയ്തു എന്ന് പറഞ്ഞിട്ട് കില്ലാവാൻ പോണില്ല. ചിലപ്പോൾ നമുക്ക് അതിന് വേറെ പല പല കാര്യങ്ങൾ എടുക്കേണ്ടി വരും, ആന്റിബയോട്ടിക് ഇൻടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പൊ ടീനേജേഴ്സ് ആരാണെങ്കിലും മസ്റ്റ് ആയിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. അതല്ല നിങ്ങളൊരു അഡൽട്ട് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന മോക്കുരു ആണെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെ, പിമ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കാണേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന 2 ഡൗട്ട്സ് എന്തൊക്കെയാണ്, ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം. പിന്നെ ഈ ബെൻസോൾ പെറോക്സൈഡ് ജെല്ലായിട്ടും കിട്ടും, നമുക്ക് ചിലപ്പോൾ ബെൻസോൾ പെറോക്സൈഡ് ക്രീമിന്റെ ഫോമിലും കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങളതൊരു ഓയിലി സ്കിൻ ഒക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴും ജെല്ലായിരിക്കും നല്ലത്. കോമ്പിനേഷൻ നോർമൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ക്രീം ഫോമിലുള്ള ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്താലും ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ബെൻസോൾ പെറോക്സൈഡ് നമുക്ക് മോർണിംഗും യൂസ് ചെയ്യാം, നൈറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഇതിന് ഒരു സ്കിൻ ഡ്രൈയിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ്സ് ആയിട്ടുള്ള വിറ്റാമിൻ സി, അതുപോലെ റെറ്റിനോള്, അതല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ് സിറംസ്, ലാക്ടിക് ആസിഡ് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്ന സെയിം ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഏറ്റവും നല്ലത് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ ആക്റ്റീവ് ആക്നെയൊക്കെ ഒന്ന് സബ്ഡ്യൂ ചെയ്തിട്ട് മറ്റുള്ള ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമ്മൾ മോക്കുരു ഉള്ളപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ സ്കിന്നിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ സ്കിന്നിൽ ചെറുതായിട്ട് ഇതൊന്ന് എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്യും ബെൻസോൾ പെറോക്സൈഡിലുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സൺസ്ക്രീനും കൂടെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ബെൻസോൾ പെറോക്സൈഡിനെ പറ്റി ഐഡിയ കിട്ടിയല്ലോ. പിന്നെ ബെൻസോൾ പെറോക്സൈഡ് നമുക്ക് ക്രീമിന്റെ ഫോമിൽ മാത്രമല്ല ഫേസ് വാഷിന്റെ ഫോമിലും സോപ്പിന്റെ ഫോമിലും ഒക്കെ കിട്ടുന്നത് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതൊരു ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. ബി ബോഡി വേസിലൊക്കെ ബെൻസോൾ പെറോക്സൈഡ് ഫേസ് വാഷ് അവൈലബിൾ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ബെൻസോൾ പെറോക്സൈഡ് സോപ്പും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാക്കിലുള്ള ആക്നെയൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ബെൻസോൾ പെറോക്സൈഡ് സോപ്പ്. പക്ഷെ സോപ്പ് യൂസ് ചെയ്താലും ഫേസ് വാഷ് യൂസ് ചെയ്താലും സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന കാര്യം മറക്കാനേ പാടില്ല. പിന്നെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലും ആൾക്കാർ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ബെൻസോൾ പെറോക്സൈഡ് ഒരു പെർസെന്റേജ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാമല്ലോ, പ്രത്യേകിച്ചും ഏർലി പ്രഗ്നൻസിയുടെ സമയത്ത്. കാരണം നമ്മൾ ആന്റിബയോട്ടിക്സ് പോലും നമ്മൾ ഏർലി പ്രഗ്നൻസിയുടെ സമയത്ത് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ബെൻസോൾ പെറോക്സൈഡ് പ്രഗ്നൻസിയുടെ സമയത്ത് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അസലിക് ആസിഡ്. പിന്നെ ടീനേജേഴ്സിന്റെ സമയത്ത് ചിലപ്പോൾ ഡോക്ടർ ബെൻസോൾ പെറോക്സൈഡ് ഹെൽത്ത് തരാറില്ല. അതിന് പകരം നിങ്ങൾക്ക് തരുന്നത് ക്ലിൻഡാമൈസിൻ പോലെയുള്ള ക്രീമുകളാണ്, അല്ലെങ്കിൽ ക്ലിൻഡാമൈസിൻ ജെല്ലുകളാണ്. അതുകൊണ്ടാണ് ടീനേജേഴ്സിന് മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുക, പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ ബെൻസോൾ പെറോക്സൈഡ് വേറൊരു ഇൻഗ്രീഡിയന്റിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോക്കുരു പെട്ടെന്ന് പോകും. അതാണ് റെറ്റിനോൾ. പക്ഷെ റെറ്റിനോളിനെ പറ്റി ഞാൻ അടുത്ത
ക്വസ്റ്റ്യനിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് എങ്ങനെ യൂസ് ചെയ്യണം, ബെൻസോൾ പെറോക്സൈഡിനോട് എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം. പക്ഷെ ഒരിക്കലും ബെൻസോൾ പെറോക്സൈഡും ട്രെറ്റിനോയിനും അറ്റ് എ ടൈം ഒരേ സ്കിൻ കെയർ ഇട്ട്, അതായത് മോർണിംഗിലോ നൈറ്റിലോ ആണ് നിങ്ങൾ ബെൻസോൾ, എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ നൈറ്റിലാണ് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ട്രെറ്റിനോയിനും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ട്രീം ആയിട്ട് പണി കിട്ടിയതാണ്. എന്റെ അടുത്ത് ഡോക്ടർ അന്ന് പറഞ്ഞത് നിങ്ങൾ മോർണിംഗിൽ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാം, നൈറ്റിൽ അഡാപ്ലിൻ, അതായത് റെറ്റിനോളിന്റെ വേറെ ഫോമാണ് അഡാപ്ലിൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ കേട്ട് തെറ്റിയത് കൊണ്ടും പിന്നെ അന്നത്തെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടും രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് സ്കിൻ പീലായി. അത് തെറ്റാണ് എന്ന് മനസ്സിലാവാതെ അത് വീണ്ടും യൂസ് ചെയ്ത് സ്കിന്നിൽ നല്ല 8ന്റെ പണി കിട്ടിയത് കൊണ്ട് പറയുന്നത് ഒരുമിച്ച് ഒരേ ടൈമിൽ യൂസ് ചെയ്യരുത്. രണ്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് മോർണിംഗും ട്രെറ്റിനോയിൻ നൈറ്റ് യൂസ് ചെയ്യാം. അത് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗും നൈറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ സമയങ്ങളിൽ റെറ്റിനോൾ പോലെയുള്ള നേരത്തെ പറഞ്ഞ ആക്റ്റീവ്സ്, വിറ്റാമിൻസ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. ഇപ്പൊ ബെൻസോൾ പെറോക്സൈഡിനെ പറ്റി ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെറ്റിനോയിൻ എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, നമ്മൾ ട്രെറ്റിനോയിനെ പറ്റി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റിൽ ഡൗട്ട് വരും, നോർമൽ ആണ്. അപ്പൊ എന്താണ് ട്രെറ്റിനോയിൻ എന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം. ട്രെറ്റിനോയിൻ എന്ന് വെച്ചാൽ വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. ട്രെറ്റിനോയിൻ മാത്രമല്ല, നമ്മൾ ട്രെറ്റിനോയിൻ ക്രീം, അതല്ലെങ്കിൽ ട്രെറ്റിനോയിൻ ജെല്ല്, അതല്ലെങ്കിൽ അഡാപ്ലിൻ ജെല്ല്, അതല്ലെങ്കിൽ നമ്മളെ റെറ്റിനാൾഡിഹൈഡ്, ഇതൊക്കെ റെറ്റിനോയിഡ്സ്, ഇതൊക്കെ നമ്മുടെ വിറ്റാമിൻ എയുടെ അണ്ടറിൽ പല പല ഫോമിൽ വരുന്ന സാധനമാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഇന്റൻസിറ്റി ഉള്ള ആ സാധനമാണ്, പെട്ടെന്ന് റിസൾട്ട് തരുന്ന ആൾക്കാരാണ് ട്രെറ്റിനോയിൻ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആയിട്ട് മാറുന്നത്. എത്ര കോൺസെൻട്രേഷനിലുള്ള ട്രെറ്റിനോയിൻ ആയാലും പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനിലാണ് വരുന്നത്. ഇത് നമ്മുടെ മുഖത്തെ മോക്കുരു മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ട്രെറ്റിനോയിൻ ചെറിയ എക്സ്ഫോളിയേറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ എക്സ്ഫോളിയേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആന്റി ഏജിങ്ങിനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിറ്റാമിനെ നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ട്രെറ്റിനോയിൻ ആന്റി ഏജിങ്ങിന് യൂസ് ചെയ്യും. പക്ഷെ ഇത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ഏജിന് എബോ ആണെങ്കിൽ നമുക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ, ഒരു പ്രാവശ്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾ 30 എബോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ ഇഷ്യൂ ഇല്ല. പക്ഷെ അതല്ല, നിങ്ങൾ 30 ബിലോ 35 ബിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ എന്തായാലും ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. റീസൺസ് എന്ന് വെച്ചാൽ ഇത് ഹൈലി സ്കിൻ ഇറിറ്റേറ്റിംഗ് സാധനമാണ്. നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ഇത് ടോളറേറ്റ് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല നിങ്ങൾ പ്രഗ്നന്റോ അതല്ലെങ്കിൽ ലാക്ടേറ്റിങ്ങോ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ് ട്രെറ്റിനോയിൻ. പിന്നെ ടീനേജറിന്റെ ടൈമിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യവും വരും. ഇപ്പൊ നിങ്ങൾക്ക് നല്ല എക്സസീവ് ആയിട്ടുള്ള പിമ്പിൾസ് ഉണ്ട്, അതായത് നമുക്ക് പില്ലോയിൽ തല വെച്ച് കിടക്കാൻ പറ്റാത്ത അത്രയും ഇന്റൻസിറ്റി പിമ്പിൾസ് ഉണ്ട് എങ്കിലൊക്കെയാണ് ടീനേജിന്റെ ടൈമിൽ ട്രെറ്റിനോയിൻ നോർമലി ഡോക്ടേഴ്സ് പറയാറുള്ളത്. എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ പിമ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് ടീനേജേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ ദയവ് ചെയ്ത് ഇത് പോയി വാങ്ങിക്കരുത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന്. ചെല്ലുക, ഡോക്ടറിനെ കാണുക, അവരുടെ അടുത്ത് കാര്യം പറയാം. അപ്പൊ അവർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രെറ്റിനോയിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ മാത്രം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലാണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ എന്നെ പോലെ സ്കിൻ കെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ഈ ഒരു വേർഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അത്രയും സീരിയസ് ആയിട്ട് പറയുന്ന ഒരു യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ പറയുന്ന ആൾക്കാരും ട്രെറ്റിനോയിൻ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാനായിട്ട് പറയില്ല. അപ്പൊ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഡെഫിനറ്റ്ലി പോയി വാങ്ങിക്കരുത്. അതിനെപ്പറ്റി എന്താണ് ട്രെറ്റിനോയിൻ എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അപ്പൊ കേട്ടപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാരണം ഹെൽപ്ഫുൾ ആവും. അത്രമാത്രം ഞാൻ ഈ ട്രെറ്റിനോയിൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഫേസിൽ ഇടുമ്പോൾ അത് എന്താണെന്ന് അറിയണം, അത് എങ്ങനെ യൂസ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്നില്ല അത് എങ്ങനെ അതിന്റെ യൂസ് ചെയ്യണം. അത് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും പോയി വാങ്ങിക്കരുത്. ഓക്കെ, ഡിസ്ക്ലൈമർ ആണേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ട്രെറ്റിനോയിൻ എന്താണ്, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ, അതിന്റെ സീരിയസ്നെസ് മനസ്സിലായല്ലോ. കാരണം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആ സീരിയസ്നെസ് മനസ്സിലാവാതെ ആൾക്കാർ പോയി വാങ്ങിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഓക്കെ, ഇനി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ട്രെറ്റിനോയിൻ വാങ്ങിക്കാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടോളൂ. ട്രെറ്റിനോയിൻ നമ്മൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് നമ്മൾ ഒരുപാട് എടുത്ത് യൂസ് ചെയ്ത് ഒരു പീ കോയിൻ സൈസ്, അതായത് പല പല പീ സൈസിന് നമ്മുടെ ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന അത്ര മാത്രം എടുക്കുക. അഫക്റ്റഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരുപാട് മസാജ് ചെയ്ത് ജസ്റ്റ് ഡാബ് ചെയ്ത് വിടുക.
അടുത്ത മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില സമയങ്ങളിൽ ട്രീറ്റ്മെന്റ് നമുക്ക് സ്കിൻ ഡ്രൈയിങ് ആക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പർജിങ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതായത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മോക്കുരു വരും ട്രെറ്റിനോയിൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ട്രെറ്റിനോയിൻ അഗ്ലിങ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വന്നാലും ഇഷ്യൂ ഒന്നുമില്ല, കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. അഞ്ചാമത്തെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ നെക്സ്റ്റ് ഡേ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇൻ കേസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല സൺസ്ക്രീൻ എങ്കിൽ അത് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആറാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നമ്മുടെ ഈ മൂക്കിന്റെ രണ്ട് സൈഡിൽ വായുടെ റൗണ്ടിലൊക്കെ ഈ കീലൈറ്റ് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ചില കീലൈറ്റീസ്, അതായത് ഇവിടെ ഒരു ചെറിയ ചെറിയ ഡ്രൈനെസ് വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ വാസ്ലിനോ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. പിന്നെ ഏഴാമത് നമുക്ക് ട്രെറ്റിനോയിൻ ഒരു ആഴ്ച 2 to 3 days മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ലോങ് ടേം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ 2 to 2 weeks ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂങ്കിൽ നിങ്ങൾ എടുത്തൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറയും. അതെങ്ങനെയാന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 തവണ മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം 3 തവണ മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യുന്നില്ല, ഇടുമ്പോൾ ചെറിയ ഇരിച്ചിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ ഒരു സെറമോ അപ്ലൈ ചെയ്യുക, അതിന് മുകളിലായിട്ട് ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുക, ദെൻ വീണ്ടും നിങ്ങളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ട്രെറ്റിനോയിൻ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അധികം പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പോണില്ല. പക്ഷേ നിങ്ങൾ ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് ഈസിലി പെനിട്രേറ്റ് ആവും. അപ്പൊ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ഈ മോയ്സ്ചറൈസറും ഈ ഒരു സെറമും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്നിട്ട് ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതായത് വാഷ് ചെയ്ത് നിങ്ങളുടെ സെറം അപ്ലൈ ചെയ്ത് ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുക, സ്കിൻ നന്നായിട്ട് ടവൽ ഡ്രൈ ചെയ്യുക, ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതാണ് ബെസ്റ്റ് വേ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഞാൻ വീണ്ടും പറയുന്നു, പ്രിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുക. പ്രഗ്നന്റോ ലാക്ടേറ്റിംഗോ ഒക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. സ്കിൻ നല്ല സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ട്രെറ്റിനോയിൻ അവോയ്ഡ് ചെയ്യുക. കാരണം സെൻസിറ്റീവ് സ്കിൻകാർക്ക് അത്രയും ടോളറേഷൻ ഉണ്ടാവില്ല. എല്ലാവർക്കും ചിലപ്പോൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ റെറ്റിനോൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ഒരിക്കലും പേപ്പർ വൈസ് തിൻ ആവാനായിട്ട് പോലുള്ള ഓപ്പോസിറ്റ് ആണ്, നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറും. പക്ഷെ ഇതൊരു 25 എബോവ് ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഏറ്റവും നല്ലത് റെറ്റിനോൾ സഹായിക്കുന്നത്. അതിന് താഴോട്ടുള്ള ആൾക്കാർക്ക് റെറ്റിനോളിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പെപ്റ്റൈഡ് സിറംസ് ആണ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ മിനിമലിസ്റ്റിലൊക്കെ മൾട്ടി പെപ്റ്റൈഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് റെറ്റിനോളിന്റെ സെയിം അല്ല, ബട്ട് സ്റ്റിൽ ആ എഫക്ട് നമുക്ക് ആ ഒരു കൊളാജൻ ബൂസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പം കോൾഡ് വാട്ടർ യൂസ് ചെയ്യണോ, ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്യണോ, നോർമൽ വാട്ടർ യൂസ് ചെയ്യണോ, ഹോട്ട് വാട്ടർ യൂസ് ചെയ്യണോ? നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ ഏറ്റവും നല്ല ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ പൈപ്പ് വാട്ടർ ആണ്. അതല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ആയാലും ഫൈൻ. ഇളം ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമുക്ക് കൈയിട്ടാലും ചൂടുണ്ട് എന്ന് വെച്ചാൽ ചൂടില്ല, അങ്ങനത്തെ അവസ്ഥയില്ല, അതായാലും ഫൈൻ. പക്ഷെ കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുന്നത് നമ്മളൊന്ന് ഫേസ് ഒന്നും എന്താ പറയുന്നത് ഉറക്കമൊക്കെ മാറാനായിട്ട് നല്ലതാണ്. പക്ഷെ സ്ഥിരം യൂസ് ചെയ്യുന്നത് നല്ലതല്ല. വൺസ് ഇൻ എ വൈൽ ഒക്കെ യൂസ് ചെയ്ത ഫൈൻ. ഫേസിൽ നിന്ന് ഡീപ്പ് ഓഫ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതല്ലാണ്ട് മാത്രമല്ല ഈ ഡീപ്പ് പഫിംഗ് പ്രോസസ്സിൽ എല്ലാ ആൾക്കാർക്കും പറ്റില്ല. എന്നെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐസ് കോൾഡ് വാട്ടർ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് എന്റെ ഫേസ് ഇന്റൻസ് ആയിട്ട് ഡ്രൈ ആവുകയും ചെയ്യും, മാത്രമല്ല ഡൾ ആവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഹോട്ട് വാട്ടർ ഇട്ട് ഫേസ് വാഷ് ചെയ്താലും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് നല്ല പനി, ജലദോഷം, സൈനസ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഹോട്ട് വാട്ടർ വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്താൽ ഫൈൻ ആണ്. കാരണം നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് റെഗുലർ ആയിട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് കാരണം, ഒക്കേഷൻ കാരണം നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ മാക്സിമം റെഗുലർ ആയിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു നോർമൽ pH ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ. അത് മാറുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനെ അത് അഫക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എക്സ്ട്രീംലി കോൾഡ് വാട്ടർ ഒക്കെ കഴുകുമ്പോൾ സ്കിൻ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പോകും, സ്കിൻ ഡ്രൈനെസ് കൂടും. അതേ കണക്കാണ് ഹോട്ട് വാട്ടറിൽ കഴുകുമ്പോഴും നമ്മുടെ സ്കിൻ ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സംഭവം സത്യമാണ്. നമ്മൾ തണുപ്പ് കൊടുക്കുമ്പോഴത്തേ നമ്മുടെ എന്താ പറയുക ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് കൺട്രാക്ട് ആവുകയും ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് സെറ്റ് ആവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ചൂടിന്റെ കാര്യത്തിലും. പക്ഷേ അത് എക്സസീവ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ചൂട് എക്സസീവ് ആകുമ്പോഴും തണുപ്പ് എക്സസീവ് ആകുമ്പോഴും നമ്മുടെ സ്കിൻ ബേൺ ആവും. ചൂട് കൂടുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബേണിങ്ങിലോട്ട് പോകുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ ഫ്രോസ്റ്റ് ബൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അതാണ് ഈ തണുപ്പ്
ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ എക്സ്ട്രീം തണുപ്പിന്റെ കാര്യം ചില സമയത്ത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാനൊന്നും ആൾക്കാർക്ക് പറ്റാത്തതിന്റെ റീസൺ അതുകൊണ്ടാണ്. അപ്പൊ ഫേസ് വാഷ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ നോർമൽ ടാപ്പ് വാട്ടർ, അതല്ലേ ലൂക്ക് വാം വാട്ടർ ആണ്. പിന്നെ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ PGസിലൊക്കെ നിൽക്കുമ്പോൾ വാട്ടർ ചിലപ്പോൾ ക്ലീൻ അല്ലാണ്ട് അതിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മോക്കുരു വരും. ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് റീസൺ എന്ന് മനസ്സിലാവത്തില്ല. നമ്മുടെ മുഖത്ത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് കാണത്തില്ല, ബാക്ടീരിയൽ നമ്മളായിട്ട് നമ്മുടെ ഫേസിൽ ബാക്ടീരിയ ഒന്നും കാണത്തില്ല. റീസൺ നിങ്ങളുടെ ടാപ്പ് വാട്ടർ ആയിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, ടാപ്പിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫിൽറ്റേഴ്സോ അതല്ലെങ്കിൽ ഇളം ചൂട് വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിൽ നമ്മൾ കുടിക്കാനായിട്ട് ഫിൽറ്റർ വാട്ടർ വാങ്ങിക്കില്ലേ, അത് വെച്ചിട്ട് കുളിക്കാൻ പറയുന്നില്ല, അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുരു അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എപ്പോഴും നമുക്ക് തരുന്ന കോർപ്പറേഷൻ വാട്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ വാട്ടറിന് കുഴപ്പമുണ്ടാവില്ല, നമ്മുടെ പൈപ്പ് ഉണ്ടാവില്ലേ, ആ പൈപ്പിന്റെ ഫിൽറ്റർ ക്ലീൻ അല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഡസ്റ്റും ഒക്കെ വന്നിരുന്നിട്ട് അത് കാരണം നമുക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. PGs നിൽക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വാടകയ്ക്ക് അങ്ങനെയൊക്കെ നമ്മൾ വീട് റെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റെന്റ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടാപ്പ് ക്ലീൻ ആണോ നോക്കുക. കാരണം ടാപ്പ് വീട്ടിലാണെങ്കിൽ പോലും, റെന്റ് ഒക്കെ വിടാം, നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും ടാപ്പ് ക്ലീൻ ആണോ നോക്കുക. ടാപ്പ് ക്ലീൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടാപ്പ് ഫിൽറ്റർ കാരണം നമുക്ക് ഫേസിൽ അഴുക്ക് വരും. നിങ്ങളെ ടാപ്പിലോട്ടിന്റെ ആ ഫിൽറ്ററിലോട്ട് നോക്കി നല്ല ബ്രൗൺ കളറൊക്കെ ഇരിക്കും. അപ്പൊ അതൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാരണമാണോ നിങ്ങൾക്ക് മോക്കുരു വരുന്നതെന്നും കൂടെ ശ്രദ്ധിക്കുക. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ടാപ്പ് വാട്ടർ ഇളം ചൂട് വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ വന്നൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ അഡാപ്റ്റീൻ അല്ലെങ്കിൽ അസാലിക് ആസിഡ് ഇതിന്റെയൊക്കെ പ്രൊഡക്റ്റ് വാങ്ങും. ഇത് ജെല്ലിന്റെ ഫോമിലും കിട്ടും, ക്രീമിന്റെ ഫോമിലും കിട്ടും. അപ്പൊ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്, നിങ്ങളുടെ ഒരു നല്ല ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് യൂസ് ചെയ്യുന്ന കൂടുതൽ മെയിൻ നമ്മളൊരു പ്രൊഡക്റ്റ് ബെൻസോയിൽ പെറോക്സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ അസലിക് ആസിഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഒരു മീഡിയം ഉണ്ടാവല്ലോ, ആ മീഡിയം വാട്ടർ ബേസ്ഡ് ആയിരിക്കും. ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും നല്ലത് അങ്ങനത്തെ സാധനങ്ങളാണ്. കാരണം സ്കിൻ ഒന്നും ക്ലോഗ് ആവാൻ പോണില്ല. പക്ഷെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് എപ്പോഴും നല്ലത് ഡ്രൈ സ്കിൻകാർക്ക് അല്ലെങ്കിൽ കുറച്ച് ഓയിൽനെസ് ഫേസിൽ ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എപ്പോഴും ക്രീം ബേസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അല്ലാത്ത ആൾക്കാർ ക്രീം ബേസ്ഡ് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ പ്രശ്നം അവിടെ തീർന്നു. അപ്പൊ ഇന്നത്തെ Q&Aയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ബെൻസോയിൽ പെറോക്സൈഡിനെ പറ്റി, റെറ്റിനോയിനെ പറ്റി, പിന്നെ നമ്മളെ ഫേസ് വാഷ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ഏതാണ് എന്നുള്ളതിനെ പറ്റി, പിന്നെ ജെല്ലിനും ക്രീമും ആർക്കാണ് നല്ലതെന്നുള്ളതിനെ പറ്റിയിട്ട്. അതല്ല ഇൻ ജനറൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ Q&A ഡൗട്ട് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതെങ്കിലും നിങ്ങൾക്ക് DM അയച്ചാലും മതി. അതിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാലും മതി. നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആർക്കെങ്കിലും ഇത് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ഷെയർ ചെയ്യുക. സ്കിൻ കെയർ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്റെ ചാനൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ വരുന്നത്. ലക്ഷ്മി സൈനിങ്.